വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ വിളങ്ങും, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും. ദാനിയേൽ പ്രവാചകനിലൂടെ നൽകപ്പെട്ട ഈ വചനത്തിൻ്റെ അഭിഷേകം എന്നെ കേൾക്കുന്ന എല്ലാവരിലും നിറയപ്പെടാൻ പ്രാർത്ഥിക്കുകയാണ്. നക്ഷത്രങ്ങളെപ്പോലെ വിളങ്ങണമെങ്കിൽ, തിളങ്ങണമെങ്കിൽ അനേകരെ നീതിയിലേക്കും സത്യസന്ധമായ ദൈവിക മാർഗത്തിലേക്കും നയിക്കണമെന്ന് ഇതാ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ അപ്രകാരം നീതിയിലേക്കും സത്യത്തിലേക്കും നയിക്കുവാൻ പറ്റുന്ന ഒരു ദൈവകൃപ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരെ നീതിയിലേക്കും സ്നേഹത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കാൻ ഉതകുന്ന ഉപകരണങ്ങളായി ഞങ്ങൾ രൂപപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം നക്ഷത്രങ്ങളുടെ കാലഘട്ടമാണ്. കാരണം ക്രിസ്മസിൻ്റെ ഓർമ്മയെന്ന് പറയുന്നത് നക്ഷത്രങ്ങളോട് ബന്ധപ്പെട്ടാണ്. ക്രിസ്മസിൻ്റെ വരവറിയിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലുമൊക്കെ നമ്മൾ ഉമ്മറപ്പടിയിൽ മുൻവശത്ത് നക്ഷത്രം തൂക്കിയിടും. വഴിയെ പോകുന്നവരൊക്കെ മനസ്സിലാക്കിക്കൊള്ളണം, ക്രിസ്മസ് കാലമെത്തിയിരിക്കുന്നു. നക്ഷത്രം ക്രിസ്മസിൻ്റെ വരവറിയിക്കുന്ന ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദാനിയേൽ പ്രവാചകനിലൂടെ പഠിച്ച വചനം നമ്മളിൽ സംഭവിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. വചനത്തിൻ്റെ അന്തസത്ത ഇങ്ങനെയാണ്: നമുക്കും ഒരു നക്ഷത്രമാവാനുള്ള സാധ്യതയുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം നമ്മുടെ മുമ്പിൽ ഈ ഒരു മേഖലയെ അല്പം കൂടെ മനോഹരമായിട്ട് തെളിയിച്ചു തരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം തിരുവചനം: അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. കിഴക്ക് നക്ഷത്രം കണ്ട് ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ച ജ്ഞാനികളെക്കുറിച്ചാണ് വചനം പറയുന്നത്. ഈ ജ്ഞാനികൾ എന്ത് കണ്ടിട്ടാണ് അവരിറങ്ങിത്തിരിച്ചത്? ഒരു നക്ഷത്രം അവരെ ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു നക്ഷത്രം ചലിച്ചു കൊണ്ടിരുന്നു. ആ നക്ഷത്രം ചലിച്ചതനുസരിച്ച് അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം തിരുവചനം തുടർന്ന് പറയുന്നു: അപ്പോൾ ഹേറോദോസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചെറിഞ്ഞു. അടുത്ത വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഹേറോദസ് എന്തു ചെയ്തു? ഈ നക്ഷത്രം അതെവിടുന്നാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് ഒരു അന്വേഷണം നടത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9-ാം വചനം: രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിന്നു. അതായത് ഹേറോദോസ് പറഞ്ഞതെല്ലാം ജ്ഞാനികൾ കേട്ടു. അവർ വീണ്ടും പുറത്തേക്കിറങ്ങിയപ്പോൾ എന്താണ് കണ്ടത്? നക്ഷത്രം അവർക്ക് മുമ്പിൽ നിൽക്കുന്നു. അത് വീണ്ടും ചലിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ജ്ഞാനികൾ ആ നക്ഷത്രം കണ്ട് അവരിതാ നക്ഷത്രത്തിൻ്റെ പുറകെ യാത്ര തിരിച്ചു. 2-ാം അധ്യായം 10-ാം വചനം ശ്രദ്ധയോടെ കേൾക്കണം: നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, കാരണം ഈ നക്ഷത്രം ചെന്നു നിന്നത് പുൽക്കൂടിന് മുകളിലാണ്. ആ പുൽക്കൂടിനുള്ളിൽ രക്ഷകനുണ്ട്. നക്ഷത്രം കണ്ടപ്പോൾ ജ്ഞാനികൾ സന്തോഷിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെയൊക്കെ അനുദിന ജീവിത വഴികളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നക്ഷത്രമാവാനുള്ള വലിയൊരു സാധ്യതയില്ലേ? നക്ഷത്രം കണ്ട് ജ്ഞാനികൾ ആനന്ദിച്ചു. കാരണം ആ നക്ഷത്രത്തിൽ ഒതുങ്ങിയില്ല, മറിച്ച് അതിൻ്റെ തൊട്ടു താഴെ രക്ഷകൻ്റെ സ്ഥാനമുണ്ട്. ആ രക്ഷകൻ്റെ സ്ഥാനമാണ് നക്ഷത്രം കണ്ട് ആനന്ദിക്കാനായി ആ ജ്ഞാനികൾക്ക് ഇടവന്നത്. ഈ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു മനോഹരമായ സത്യം എന്താണെന്നറിയോ? പ്രിയപ്പെട്ടവർ, ഇതുപോലെ
നമുക്കും ഒരു സ്റ്റാറായി മാറാനുള്ള സാധ്യതയുണ്ട്, ഒരു നക്ഷത്രമായി മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ അനുദിന ജീവിത വഴികളിൽ ആരെയെങ്കിലുമൊക്കെ രക്ഷകനിലേക്കും രക്ഷയിലേക്കും ആനയിച്ചു കഴിഞ്ഞാൽ അതാണ് നിൻ്റെ സ്റ്റാറിൻ്റെ സവിശേഷത. യേശു നമുക്ക് നൽകുന്ന ഈ സ്റ്റാർ പരിവേഷത്തിന് പ്രത്യേകിച്ച് വലിയ മുതൽ മുടക്കുകളില്ല. നിൻ്റെ വലിയ ഗ്ലാമർ വേഷങ്ങൾ വേണ്ട, നിൻ്റെ കഴിവുകളൊന്നും വേണ്ട, മറിച്ച് നിൻ്റെ ഹൃദയം മതി. നിൻ്റെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിന് സ്ഥാനം നൽകിയിട്ട് നിൻ്റെ ജീവിത വഴികളിൽ മറ്റുള്ളവരെ അതേ രക്ഷയിലേക്ക് നയിക്കാൻ നിനക്ക് സാധിച്ചാൽ നീ ഒരു സ്റ്റാറായി മാറും. നിൻ്റെ കുടുംബത്തിൽ നിനക്കൊരു സൂപ്പർ സ്റ്റാറായി മാറാം. എന്നെ കേൾക്കുന്ന കുടുംബനാഥനുണ്ടോ? നിനക്കെങ്ങനെയാണ് നിൻ്റെ കുടുംബത്തിൻ്റെ സൂപ്പർ സ്റ്റാറായി മാറാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ട കുടുംബനാഥ, നിൻ്റെ ഭാര്യയെയും നിൻ്റെ മക്കളെയും നിനക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെയും രക്ഷകനിലേക്കും രക്ഷയിലേക്കും ഒന്ന് ആനയിച്ചു കഴിഞ്ഞാൽ നീ നിൻ്റെ കുടുംബത്തിൻ്റെ സൂപ്പർ സ്റ്റാറാണ്. പ്രിയപ്പെട്ട അമ്മേ, നിൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ആ കുടുംബത്തിൽ രക്ഷകനിലേക്കും രക്ഷയിലേക്കുമുള്ള സദ്വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ആ സമാധാനം നിൻ്റെ കുടുംബത്തിൽ നിൽക്കും. നീ നിൻ്റെ കുടുംബത്തിൽ ഒരു സൂപ്പർ സ്റ്റാറായി മാറും. പ്രിയപ്പെട്ട മക്കളെ, മക്കളുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിച്ച് അപ്പനും അമ്മയും പറയുന്നതൊക്കെ കേട്ടനുസരിച്ച് ഒരു സുന്ദരമായ ജീവിതം നയിക്കുമ്പോൾ നീ നിൻ്റെ ജീവിത വഴികളിൽ ഒരു സൂപ്പർ സ്റ്റാറായി മാറും. സങ്കടം എന്ന് പറയുന്നത് നമുക്ക് പലർക്കും വീട്ടിൽ സൂപ്പർ സ്റ്റാർ ആകാൻ താല്പര്യമില്ല, നാട്ടിൽ സൂപ്പർ സ്റ്റാർ ആവാനാണ് താല്പര്യം. നാട്ടിൽ സൂപ്പർ സ്റ്റാർ ആവുന്ന പലരുടെ അവസ്ഥ വീട്ടിൽ അവർ സൂപ്പർ സ്റ്റാർ പോയിട്ട് ഒരു സ്റ്റാറും അല്ല എന്നുള്ളതാണ്. നാട്ടിൽ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവാം, ഗ്ലാമർ വേഷങ്ങളുണ്ടാവാം, എന്നാൽ അവരുടെ വീട്ടിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സമാധാനം സന്തോഷം ഉണ്ടാവില്ല. കാരണം അത് പകൽ വെളിച്ചത്തിൽ മാത്രമേയുള്ളൂ. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു താരപരിവേഷവും അവർക്കില്ല. ഈ ക്രിസ്മസ് കാലഘട്ടം എന്നെയും നിന്നെയും ക്ഷണിക്കുന്നത് എന്തിനെന്നറിയോ? നമുക്കൊക്കെ ഒരു സ്റ്റാറായി മാറാം. അത് പുറത്തല്ല, നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ വീട്ടിൽ, നമ്മളായിരിക്കുന്ന ജീവിത വഴികളിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഒരു സ്റ്റാറായി മാറാം. അതിനല്ലേ ഈ ക്രിസ്മസ് നമ്മൾ വിളിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അതിനെന്തു വേണം? നമ്മുടെ ഹൃദയം യേശുവിന് കൊടുക്കാനുള്ള ഒരു മനസ്സ് മതി. എനിക്ക് പരിചയമുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്, കേരളത്തിലാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഒരു ധ്യാനത്തിലൂടെ അനുഭവിച്ച മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയുടെ പുറകിലും മുൻവശത്തൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നാണ്. അതാണ് ഓട്ടോറിക്ഷയുടെ പേര് തന്നെ. ഈ ഓട്ടോറിക്ഷയിൽ ആരെല്ലാം പ്രവേശിക്കുന്നുവോ, ഏത് ജാതിയിലും മതത്തിലും എത്ര പണക്കാരനോ പാവപ്പെട്ടവനായിക്കൊള്ളട്ടെ, അവരോടൊക്കെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പാവപ്പെട്ടവനാണ്, അദ്ദേഹം പറയും ദൈവം സ്നേഹമാകുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ഓട്ടോറിക്ഷയിൽ കയറുന്ന ഒരാളെ അദ്ദേഹം ഗ്രീറ്റ് ചെയ്യുന്നത്, അഭിസംബോധന ചെയ്യും, ദൈവം സ്നേഹമാകുന്നു. സാധാരണ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു അഭിസംബോധന കേൾക്കുമ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ കയറുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഇതെന്താണ് ഇങ്ങനെയെന്ന് ചിന്ത വരും. ഈ ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞിട്ട് ഈ ഓട്ടോറിക്ഷക്കാരൻ ദൈവം സ്നേഹമാകുന്നെന്ന് പറയുക മാത്രമല്ല, പല അനുഭവങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നവരോട് പങ്കുവയ്ക്കുകയാണ്. ദൈവം അനേകരുടെ ജീവിതത്തിൽ കരം പിടിച്ച് നടത്തിയ ഓരോ അനുഭവങ്ങളും. എന്നിട്ട് ഈ യാത്ര കഴിഞ്ഞിറങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെറിയ സ്റ്റിക്കർ പോലെ കുറേ പേപ്പറുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലെല്ലാം എഴുതി വച്ചിരിക്കുന്നത് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു. അതവർക്കൊരു സമ്മാനം പോലെ കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടപ്പോഴും സംസാരിച്ചപ്പോഴൊക്കെ മനസ്സിലാക്കപ്പെട്ടൊരു കാര്യം, ഈ വ്യക്തി വഴി അനേകരുടെ ജീവിതങ്ങളിൽ പ്രകാശം ലഭിച്ചിട്ടുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ഓട്ടോറിക്ഷയിൽ പ്രവേശിച്ചവർ,
ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശയിലേക്ക് നിപതിച്ച വ്യക്തികൾ, പ്രതികാരദാഹത്തോടുകൂടി ആ വണ്ടിയിൽ പ്രവേശിച്ചവർ, അങ്ങനെ തുടങ്ങി നിഷേധാത്മക ജീവിതത്തിൻ്റെ അനേക ഭാവങ്ങൾ ഹൃദയത്തിലേറി ആ വ്യക്തിയെ കണ്ടുമുട്ടിയവരൊക്കെ പ്രകാശത്തിലേക്ക്, യേശുവിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ ഒരു ധ്യാന കേന്ദ്രത്തിൽ എത്തിക്കാനോ അവരേതെങ്കിലും കൗൺസിലിങ്ങിന് എത്തിക്കാനോ ഒക്കെ സാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തെക്കുറിച്ച് കേട്ടു, അനുഭവിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, വലിയ മുതൽ മുടക്കൊന്നുമില്ല. ഈ ക്രിസ്മസ് കാലഘട്ടം നിന്നെയും എന്നെയും ക്ഷണിക്കുന്നത് മറ്റുള്ളവരോട് രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും, നമ്മുടെ സംസാരവും പ്രവൃത്തിയും ചിന്തകളും അപ്രകാരമൊരു മേഖലയിലേക്ക് കണ്ണ് തുറപ്പിക്കുവാനുമാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ഒരു വിളി ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഒരുക്കി വയ്ക്കുകയാണ്. നിനക്ക് ഒരു സ്റ്റാർ ആകാനുള്ള, ഒരു നക്ഷത്രമാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും വീട്ടിൽ കിടപ്പ് രോഗികളുണ്ടാവാം. ഇനിയോ അവർ ചിന്തിക്കും, ഞാനിവിടെ കിടക്കുകയല്ലേ, ഞാനിവിടെ ഇരുന്നിട്ട് എങ്ങനെ സ്റ്റാർ ആവാനാണ്? എൻ്റെ വീട്ടിൽ ഞാനൊരു കിടപ്പ് രോഗിയാണ്. എൻ്റെ രോഗത്തിൻ്റെ വേദന, എൻ്റെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ തുടങ്ങി അനേക കാര്യങ്ങളെക്കുറിച്ച് എണ്ണിപ്പെറുക്കുന്നവരുണ്ടാവും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്കും ഒരു സ്റ്റാർ ആവാം. നമ്മളൊക്കെ അൽഫോൻസാമയെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലും ഭരണങ്ങാനത്ത്. അവിടെ ചെന്ന് അൽഫോൻസാമയുടെ കബറിടത്തെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ആരാ? ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടത്തിൽ ആ സഹനങ്ങളൊക്കെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു മുറിക്കുള്ളിൽ രോഗം പിടിച്ച് കിടന്നപ്പോൾ പ്രാർത്ഥിച്ച് സ്റ്റാറായ ഒരു വ്യക്തിയാണ്. വിശുദ്ധരുടെയൊക്കെ ജീവിതം എങ്ങനെയാണ്? വിശുദ്ധരൊക്കെ ഇന്ന് വണങ്ങപ്പെടുന്നുണ്ട്. അവരൊക്കെ താരപരിവേഷത്തോടുകൂടെ നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ മനോഹരമായിട്ട് ചില്ലിട്ട് വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ അവർ ഇരിക്കുന്നുണ്ടെങ്കിൽ, അവരെ തൊട്ടുമുത്തുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവർ കടന്നുപോയ വഴികളിൽ അവർ നമുക്ക് വേണ്ടി ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്. എന്താണ്? രക്ഷയിലേക്കും രക്ഷകനിലേക്കും അനേകരെ അടുപ്പിച്ചതിൻ്റെ അനുഭവം. അത് കിടപ്പ് രോഗിക്കും ആവാം. ജീവിതത്തിൽ ഇനി രക്ഷയില്ല എന്ന് കരുതിക്കൊണ്ട് ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്കും ആവാം. ജാതി മതഭേദമന്യേ ജീവിതത്തിൻ്റെ ഏതു വഴിയിലുള്ളവർക്കും ഇതൊരു സാധ്യതയാണ്. മറ്റുള്ളവർക്ക് മുമ്പിൽ നന്മ കൊടുക്കാനും സമാധാനം കൊടുക്കാനും നീതി കൊടുക്കാനും സാധിക്കുമ്പോൾ നീ ഒരു സ്റ്റാറായിട്ട് മാറും. ഒരിക്കലും നീ നഷ്ടപ്പെടില്ല. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എന്നും നീ ഒരു സ്റ്റാറായി വിളങ്ങുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ബൈബിൾ വായിച്ചു പോകുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ, ദൈവം അടയാളങ്ങളിലൂടെയാണ് മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അബ്രാഹത്തിൻ്റെ ജീവിതം മുതൽ ഒക്കെ നമ്മളെടുത്ത് പഠിക്കുക. ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ വ്യത്യസ്ത അടയാളങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവരെ നയിച്ചത്. മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നീ ഈജിപ്തിലേക്ക് കടന്നു ചെല്ലണം, ഇസ്രായേൽ ജനതയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം. മോശ ചോദിക്കുന്നുണ്ട്, ദൈവമേ, നിൻ്റെ പേരെന്താണ്? പുറപ്പാട് പുസ്തകം നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ദൈവം പറയുന്നു, ഞാൻ ആകുന്നവനാകുന്നു. അതാണ് പേര്. ഈ പേര് മോശയ്ക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, വായിക്കുന്ന നമുക്കൊന്നും മനസ്സിലാവില്ല. എന്നാൽ ബൈബിൾ വായിച്ചു പോകുമ്പോൾ കൃത്യം വ്യക്തമായി ദൈവം പറഞ്ഞ ഈ പേര് എങ്ങനെ വെളിപ്പെട്ടുവെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ദൈവം പറയുകയാണ്, ഞാൻ ആകുന്നവനാകുന്നു. പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം ഓരോ താളും വായിച്ചു പോകുമ്പോൾ ഓരോ അടയാളങ്ങളിലൂടെ ഈ പേര് കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം ദൈവജനത്തിൻ്റെ ഹൃദയത്തിങ്കിലേക്ക് എത്തിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിച്ചു പോകാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം നമുക്കറിയാം, ചെങ്കടൽ കടക്കുന്നതാണ് രംഗം. ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭം. എങ്ങനെ മുന്നോട്ട് നീങ്ങും? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ ജീവിതത്തിൻ്റെ കടൽ പോലെ വലിയ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ ജനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഞാൻ ആകുന്നവനാകുന്നു എന്ന് പഠിപ്പിച്ച് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പേ പോയി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുറപ്പാട് പുസ്തകം 14:14
പ്രിയപ്പെട്ടവരെ, അത് വെറും വാക്കായിട്ട് നിൽക്കുകയായിരുന്നില്ല, മറിച്ച് മുമ്പോട്ടുള്ള വഴിയിൽ ദൈവം അത് പഠിപ്പിച്ചു തന്നു. ചെങ്കടലിനെ രണ്ടായിട്ട് കീറി മുറിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ മറുകരയിൽ എത്തിച്ചു. ദൈവം പഠിപ്പിച്ചു കൊടുത്തു, നിന്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാൻ കൂടെയുണ്ട്. അതൊരു അടയാളമായിരുന്നു, ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരടയാളം. തൊട്ടടുത്ത അധ്യായം 15-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ രോഗപീഡയുടെ നടുവിൽ ദൈവം പറഞ്ഞു, ഞാനാണ് നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവം, ഞാനാണ് നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവം. വീണ്ടും ഞാനാകുന്നവനാകുന്നു എന്ന് പറഞ്ഞ ദൈവം തൻ്റെ പേര് കൃത്യം വ്യക്തമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അതൊരു അടയാളമായിരുന്നു. തൊട്ടടുത്ത അധ്യായം 16-ാം അധ്യായത്തിൽ പട്ടിണി കൊണ്ട്, വിശപ്പ് കൊണ്ട് ദാഹിച്ചു വലഞ്ഞ ദൈവജനം, അവരുടെ മുമ്പിൽ ആകാശത്തുനിന്ന് മന്നയും കാടപ്പക്ഷിയും കൊടുത്തുകൊണ്ട് ദൈവം പഠിപ്പിച്ചൊരു കാര്യം എന്താണ്? നിങ്ങളുടെയൊക്കെ വിശപ്പ് മാറ്റാൻ ഞാൻ കൂടെയുണ്ട്, ഞാൻ നിന്നെ സംരക്ഷിക്കും. അപ്പോൾ എവിടുന്ന് ആരംഭിച്ചേ? ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞ വചനം കൃത്യമായി ഇസ്രായേൽ ജനത്തിന് ബോധ്യപ്പെടുകയായിരുന്നു അടയാളങ്ങളിലൂടെ. ഈ അടയാളങ്ങളുടെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ പുൽക്കൂട്ടിൽ ജനിച്ച രക്ഷകൻ യേശു ക്രിസ്തു. അതാ പുൽക്കൂട്ടിൽ ജനിച്ചു. ആ പുൽക്കൂട് നക്ഷത്രം ഒരടയാളം പോലെ നിന്നു. അടയാളങ്ങളുടെ നടുവിൽ അടിസ്ഥാനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കോണം, അടയാളം ഒരിക്കലും അടിസ്ഥാനം അല്ല. അടയാളങ്ങൾ അടിസ്ഥാനത്തിലേക്ക് നയിക്കാൻ ഉള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മളൊരു സ്ഥലത്തിൻ്റെ ബോർഡ് കണ്ടു എന്ന് കരുതിക്കൊണ്ട് ആ ബോർഡ് ആ സ്ഥലമാണോ? അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞങ്ങളുടെ ഡിവൈൻ ധ്യാന കേന്ദ്രം ഫരീദാബാദ്, ഡൽഹി. ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്നതിന് കുറച്ച് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഈ ബോർഡുണ്ട്. ഈ ബോർഡ് കണ്ട് എന്ന് കരുതിക്കൊണ്ട് അതാണോ ധ്യാന കേന്ദ്രം? അല്ല. അവിടെ നിന്ന് പിന്നീട് ഇങ്ങോട്ട് പോകണം എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അടയാളം ഒരിക്കലും അടിസ്ഥാനം അല്ല. നമ്മൾ ഒത്തിരിയേറെ അടയാളങ്ങൾ ഈ ജീവിത വഴികളിൽ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന്, പ്രേമിക്കുന്നവർ പരസ്പരം അവർ പൂക്കൾ കൊടുക്കും. പ്രേമിക്കുന്നവർ മാത്രമല്ല, സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൂക്കൾ കൊടുക്കുന്നു. ഒരു റോസാപ്പൂ ഒരാൺകുട്ടി പെൺകുട്ടിക്ക് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതെൻ്റെ സ്നേഹമാണ്. ആ പൂവാണോ സ്നേഹം? പൂ ഒരു അടയാളമാണ്. പൂ അവൻ്റെ ഹൃദയത്തെ, അവളുടെ ഹൃദയത്തെ സൂചിപ്പിക്കുന്നു. എന്നതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു നക്ഷത്രം അടയാളമായി മാറുമ്പോൾ നമ്മൾ ഒരു കാര്യം മറക്കരുത്, നമ്മളല്ല അടിസ്ഥാനം, യേശുവാണ് അടിസ്ഥാനം. നമ്മളല്ല അടിസ്ഥാനം, യേശുവാണ് അടിസ്ഥാനം. യേശുവിലേക്ക് നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ സ്റ്റാറായിട്ട് വിളങ്ങുന്നത് എങ്ങനെയാ? ജ്ഞാനികൾ നക്ഷത്രം കണ്ട് അതിൻ്റെ പുറകെ സഞ്ചരിച്ചു. നക്ഷത്രം ചലിച്ചുകൊണ്ടിരുന്നു. എങ്ങോട്ടേക്ക്? ആ പുൽക്കൂടിൻ്റെ മുകളിലെത്തിയപ്പോൾ നക്ഷത്രത്തിൻ്റെ യാത്ര അവസാനിക്കുകയാണ്. ഞാനും നിങ്ങളും, നിങ്ങളുടെ ജീവിത വഴികൾ എന്തുമാവട്ടെ, സാധാരണ ജീവിതം നയിക്കുന്നവരാവാം, ഒരു സമർപ്പിതരാവാം, എന്തുമായിക്കൊള്ളട്ടെ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്കും എനിക്കുമുള്ള ജീവിത നിയോഗം, വിളി എന്നുള്ളത് ഇതുപോലെ ഒരു നക്ഷത്രമായി മറ്റുള്ളവർക്ക് മുമ്പിൽ ചലിച്ച് യേശുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം. അല്ലാതെ ഞാനാണ് നക്ഷത്രം, ഞാനാണ് അടിസ്ഥാനം, ഞാനാണ് എല്ലാം എന്ന് കരുതിയാൽ തകർന്നു പോവും. ഇന്ന് സങ്കടം എന്ന് പറയുന്നൊരു കാര്യം, അനേകർക്ക് ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് അവർ തന്നെ ചിന്തിക്കുകയാണ്, ഞാൻ തന്നെയാണ് അടിസ്ഥാനം, ഞാൻ തന്നെ എല്ലാം, ഞാൻ തന്നെ എല്ലാം. ഏതോ സിനിമയിലൊരു കഥാപാത്രം പറയുന്ന പോലെ, എൻ്റെ തല, എൻ്റെ ജീവിതം, എൻ്റെ കാര്യം, എൻ്റേത് എൻ്റേത് എൻ്റേത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം, ഈ കാലഘട്ടത്തിൽ അനേകർക്ക് അവരുടെ തലയിൽ പിശാച് കൊടുക്കുന്നൊരു തെറ്റായ ചിന്തയാണ്, അവരാണ് അടിസ്ഥാനം. ഉദാഹരണത്തിന്, ഞാനൊരു വൈദികനാണ്. എന്നെ കാണുമ്പോൾ ജനം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്ന് പറയുന്ന ഒരു വൈദികനെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ, അച്ഛൻ്റെ ഉള്ളിൽ ഈശോയുണ്ട്, ആ ഈശോയ്ക്കാണ് സ്തുതി, മറക്കരുത് എന്നെന്നെ ഓർമ്മപ്പെടുത്തുകയാണ്.
ഞാനൊരു പ്രസംഗം പറയുന്ന അവസരത്തിൽ, ഞാനൊരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന 500, 1000, 10,000 ദൈവജനം, ഇത്രയും പേര് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, ഞാൻ ഇന്നിങ്ങനെ പ്രസംഗിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു ചിന്ത, കൊള്ളാമല്ലോ, ഞാൻ എൻ്റെ പ്രസംഗം, എൻ്റെ കഴിവ്, അതുകൊണ്ടാണ് ഇത്രയും പേര് എൻ്റെ മുമ്പിലിരിക്കുന്നവർ പണിയില്ലാത്തവരല്ല, എൻ്റെ മുമ്പിലിരിക്കുന്നവർ വിദ്യാഭ്യാസമില്ലാത്തവരല്ല, എൻ്റെ മുമ്പിലിരിക്കുന്നവർ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ അധ്വാനിക്കുന്ന ജനവിഭാഗമാണ്. അവരിങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോൾ അൾത്താരയിലുള്ള ഒരു പ്രസംഗ പീഠത്തിലുള്ള ഞാൻ ചിന്തിക്കുകയാണ്, ഇതെൻ്റെ കഴിവാണ്, എൻ്റെ കഴിവാണ്, അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ പൊളിഞ്ഞു. എന്ന് ചിന്തിച്ചാൽ ആ സമയത്ത് തന്നെ നമ്മുടെ നക്ഷത്രമായി തീരേണ്ട നമ്മുടെ ശോഭ നഷ്ടപ്പെട്ടു. കാരണം ഞാൻ നിൽക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ദൈവജനം എന്നെ ബഹുമാനിക്കുന്നത് ഞാനെന്ന് പറയുന്ന സാധാരണ ഒരു വ്യക്തി ആയതുകൊണ്ടല്ല, യേശുവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും യേശുവിൻ്റെ സ്ഥാനത്ത് ആ ദൈവജനം കാണുന്നത് കൊണ്ടുമാണ്. ഇന്ന് അനേകരുടെ ജീവിത വഴികളിൽ ഈ അബദ്ധം സംഭവിക്കുന്നുണ്ട്. എൻ്റെ കഴിവ്, എൻ്റെ കഴിവ്, എൻ്റെ കഴിവ് എന്ന് ചിന്തിച്ചാൽ അടിസ്ഥാനമായി മാറാനുള്ള ഒരു പ്രവണത. നമ്മൾ വഴികാട്ടി മാത്രമാണ്. അടിസ്ഥാനമായി മാറാൻ ശ്രമിക്കരുത്. യേശുക്രിസ്തുവാണ് അടിസ്ഥാനം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം. ഞാനിത് പറയാൻ കാരണം, ഈ അടുത്ത നാളുകളിൽ കരിസ്മാറ്റിക് ശുശ്രൂഷയുടെയൊക്കെ ഒരു വളർച്ചയുടെ ഒരു ഭാഗമെന്നോണം ഒത്തിരിയേറെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ വളർന്നല്ലോ, ഒത്തിരിയേറെ ശുശ്രൂഷ മേഖലകൾ വളർന്നല്ലോ. അങ്ങനെ വളർന്നപ്പോൾ ഈ ശുശ്രൂഷ വഴികൾക്കുള്ളിലും ഒത്തിരിയേറെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ വളർന്നു കഴിഞ്ഞു. ആ ഓരോ ഗ്രൂപ്പിനും ഓരോ ധ്യാന ഗുരുക്കന്മാർ, അത് അച്ഛന്മാരാവാം, അൽമായരാവാം. ഞാനൊരു സ്ഥലത്തൊരു വികാരി അച്ഛൻ എന്നോട് സങ്കടത്തോടെ പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ ഈ പള്ളിയിൽ ഒരു ബൈബിൾ കൺവെൻഷൻ നടത്തി. എല്ലാ വർഷവും നടത്തുന്നതാണ്, ഈ വർഷം നടത്തിയപ്പോൾ അച്ഛാ, സങ്കടം ഒന്ന് പറയേണ്ട ഒരു കാര്യം, ധ്യാനഗുരു ഒരു കേരളത്തിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ അച്ഛനും ടീമംഗങ്ങളും വന്നു, പക്ഷേ കുറേ ആളുകൾ സഹകരിച്ചില്ല. അപ്പം ഞാൻ ഈ വികാരിയച്ഛനോട് ചോദിച്ചു, അതെന്താണ് അവർ സഹകരിക്കാതിരുന്നത്? അപ്പോൾ ഈ വികാരിച്ചൻ പറയാണ്, ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ അവർ വേറൊരു ധ്യാന കേന്ദ്രത്തിലെ അവിടുത്തെ ശുശ്രൂഷകരാണ്, ആ ധ്യാന കേന്ദ്രത്തിലെ അനുഭാവികളാണ്. അവിടുത്തെ അച്ഛൻ വരുമ്പോൾ മാത്രമേ ഈ ദൈവജനം വരികയുള്ളൂ. വേറൊരു സ്ഥലത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ വന്ന് ധ്യാനം നടത്തിയപ്പോൾ അവരുടെ ഇടവകയിൽ അവർ സഹകരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. പ്രാർത്ഥനയ്ക്കിടയ്ക്കും പ്രാർത്ഥനയിലും ഗ്രൂപ്പുകൾ, പ്രാർത്ഥനയിലും വിഭജനങ്ങൾ. അപ്പോൾ നമുക്കെന്ത് സംഭവിക്കുന്നു? നമ്മൾ അറിയാതെ തന്നെ ചില വിഗ്രഹങ്ങൾ മനസ്സിൽ സൃഷ്ടിക്കുകയാണ്. നക്ഷത്രങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കും, നക്ഷത്രം ചെന്ന് അവസാനിക്കുന്നത് യേശുവിൻ്റെ മുമ്പിലാണ്. അത്രയുള്ളൂ ദൗത്യം. അത് ഏത് ധ്യാനഗുരുവാണെങ്കിലും, ഏത് വചന ശുശ്രൂഷകനാണെങ്കിലും, അച്ഛനാണെങ്കിലും, കന്യാസ്ത്രീ ആണെങ്കിലും, ആത്മായനാണെങ്കിലും, നമ്മൾ ഓർക്കണം, നമ്മൾ മറ്റുള്ളവർക്ക് വഴി കാണിക്കേണ്ട ചില വ്യക്തികൾ മാത്രം. യേശുവിലേക്ക് എത്തിക്കുക എന്നുള്ളതിലാണ് നമ്മുടെ ദൗത്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെറും അടയാളം മാത്രം. അടിസ്ഥാനമാകാൻ ശ്രമിക്കരുത്. അടിസ്ഥാനമാകാൻ ശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ നമുക്ക് നേരിടേണ്ടി വരും. വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ടത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ജീവിതത്തിൽ തിളങ്ങി നിൽക്കേണ്ട ചിലരുടെയൊക്കെ വീഴ്ചകളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കേണ്ടിയിരുന്ന ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായ തകർച്ചകളൊക്കെ ബൈബിൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മനോഹരമായിട്ട് ധ്യാനിക്കാൻ പറ്റിയത് പഴയ നിയമത്തിലെ സാംസണെക്കുറിച്ചാണ്. വലിയ സ്റ്റാറായിരുന്നു അദ്ദേഹം, തിളങ്ങി നിൽക്കുകയായിരുന്നു, ശക്തനായ മനുഷ്യൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അഭിഷേകം ചോർന്നു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നക്ഷത്രമാവേണ്ടവൻ എന്തായി മാറി? മറ്റുള്ളവർക്കൊരു ഭാരമായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം. നക്ഷത്രമായി നിൽക്കേണ്ടവൻ ഉൽക്കയായി മാറരുത്. നക്ഷത്രമായി മാറേണ്ടവൻ ഉൽക്കയായി മാറരുത്. എന്താണ് ഉൽക്ക? പ്രിയപ്പെട്ടവരെ,
ആകാശവിധാനം നമ്മളൊക്കെ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവാം. ആകാശവിധാനത്തിൽ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങൾ ഉൾപ്പെടെ സൗരയൂഥം എന്ന് നമ്മൾ വിളിക്കും. കാലാകാലങ്ങളായി വർഷങ്ങളായി അവ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറക്കം ഇപ്പോൾ ചിന്തിക്കുക, ഒരു നക്ഷത്രം ചിന്തിക്കുന്നു, എത്ര വർഷമായി ഇങ്ങനെ ഈ സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു, മടുത്തു, ബോറടിച്ചു, ഒന്ന് മാറിക്കറങ്ങിയാലോ, ഒന്ന് ചിന്തിച്ചാലോ എന്ന് കരുതി ഒരു നക്ഷത്രം അതിൻ്റെ കൃത്യം പാത വിട്ടിട്ട് അതിന് തോന്നുന്നത് പോലെ സഞ്ചരിച്ചാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ കൃത്യതയിൽ നിന്ന് അത് ആകാശവിധാനത്തിൽ തിളങ്ങി നിൽക്കേണ്ട നക്ഷത്രം ഭൂമിയിൽ വന്ന് ഉൽക്കയായി നിപതിക്കും. അത് വീഴുന്ന സ്ഥലം നശിച്ചു പോകും, അതോടൊപ്പം തന്നെ അതിൻ്റെ ശോഭയും നഷ്ടപ്പെട്ടു പോകും. നക്ഷത്രമാവേണ്ടവൻ ഉൽക്കയായി മാറരുത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമുക്കും ചില ഉൽക്കയുടെ അനുഭവങ്ങൾ ഉണ്ടാവാം, നമ്മുടെയൊക്കെ സൗഹൃദ ബന്ധങ്ങളിലുണ്ടാവാം, ഒരുപക്ഷെ ചുറ്റുവട്ടത്തുമുള്ള ചില അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടാവാം. ഞാൻ ഓർക്കുന്നു, ഒരു വചനപ്രഘോഷകൻ, ഞാനൊക്കെ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ദൈവജനം ക്യൂ നിന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാനൊരു ശുശ്രൂഷാ കേന്ദ്രത്തിൽ ബ്രദറായിരുന്നപ്പോൾ പങ്കെടുക്കാൻ ധ്യാനത്തിൽ ചെന്ന അവസരത്തിൽ ഇദ്ദേഹത്തെ കാണാൻ കൗൺസിലിങ്ങിന് ക്യൂവിൽ നിന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയൊക്കെ ആ നാളുകൾ കാണുമ്പോൾ എപ്പോഴും കയ്യിൽ കൊന്തയും പിടിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി. പ്രിയപ്പെട്ടവരെ, കാലം മുന്നോട്ട് നീങ്ങി ഈ നാളുകൾ അദ്ദേഹത്തെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല. കഴിഞ്ഞ നാളിൽ ഞാൻ ഇദ്ദേഹത്തെ കണ്ടു. പ്രിയപ്പെട്ടവരെ, കയ്യിൽ കൊന്തയില്ല, പകരം മൊബൈൽ ഫോണാണ് കയ്യിലിരിക്കുന്നത്. മണിക്കൂറുകൾ ദൈവകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈ മനുഷ്യൻ ഇപ്പോൾ ദൈവകാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കുന്നതൊക്കെ നിർത്തി സ്വന്തം പ്രസ്ഥാനം കൊണ്ട് നടക്കുകയാണ്. കുറച്ചുപേർ അദ്ദേഹത്തിൻ്റെ പുറകെയുണ്ട്. സ്വന്തം പ്രസ്ഥാനം ഇദ്ദേഹം തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇദ്ദേഹമാണ് അവരുടെ എല്ലാത്തിൻ്റെയും പ്രാർത്ഥനയുടെ. അദ്ദേഹത്തിന് ഇപ്പോൾ തിരുസഭയോട് പുച്ഛമാണ്, വചനത്തോട് പുച്ഛമാണ്, എല്ലാം പരിശുദ്ധാത്മാവ് നേരിട്ട് കൊടുക്കുന്നുവെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നതും ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? നക്ഷത്രമായി മാറേണ്ടിയിരുന്നവൻ ഇന്ന് ഒരു ഉൽക്കയായിട്ട് മാറി മറ്റുള്ളവർക്ക് നാശമായി മാറുന്നു. ഞാനീ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമുക്ക് ധ്യാനിക്കാൻ പറ്റിയ ഒരു വിഷയമാണ്. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും അനേക അനുഭവങ്ങൾ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. നക്ഷത്രമാവേണ്ടവൻ ഇന്ന് ഉൽക്കയായി മാറുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിത വഴികളിൽ ഇത് നമ്മൾ ധ്യാനിക്കണം, പ്രാർത്ഥനാ വിഷയമാക്കണം. ക്രിസ്മസിന് നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ജ്ഞാനികൾ കണ്ട നക്ഷത്രം എന്തായിരുന്നു? അവ ചലിച്ചുകൊണ്ടിരുന്നു. അത് യേശുവിൻ്റെ മുമ്പിലെത്തിയപ്പോൾ നിന്നു എന്ന് വചനം എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കും നിനക്കും വലിയൊരു സാധ്യതയാണ്. ചലിച്ചുകൊണ്ടിരിക്കുക, നക്ഷത്രം ചലിച്ചുകൊണ്ടിരുന്നു, എപ്പോഴും യേശുവിലേക്ക് ചലിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അനുദിന ജീവിത വഴികളിൽ ഇപ്രകാരം മറ്റുള്ളവരെ യേശുവിലേക്ക് ചലിപ്പിച്ചുകൊണ്ടിരിക്കാൻ ഒരു ദൗത്യം നമുക്കുണ്ട്. യേശുവിനെ അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ് വചനം പഠിപ്പിച്ചത്. നീ ഒരു അടയാളം പോലെ നിന്ന് മറ്റുള്ളവരെ ക്രിസ്തു അനുഭവത്തിലേക്ക് അടുപ്പിക്കണം. ജ്ഞാനികൾ യേശുവിനെ പുൽത്തൊട്ടിയിൽ കണ്ടതിന് ശേഷം പിന്നീട് അവർ പോകുന്നത് മറ്റൊരു വഴിക്കാണെന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ജീവിത വഴികളിലും ഇതുപോലെ ചില മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് ഈ ക്രിസ്മസ് നിന്നെ പഠിപ്പിക്കുകയാണ്. ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. നിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്റ്റാറായി വിളങ്ങാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വചനം പറഞ്ഞു, അത് മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്കൊരു സ്റ്റാറായി വിളങ്ങാനുള്ള സാധ്യതയുണ്ട്. ഒരു നക്ഷത്രം പോലെ വിളങ്ങണം, മറ്റുള്ളവരെ പ്രകാശത്തിലേക്കും ആനന്ദത്തിലേക്കും നയിക്കണം. ഇത് നിൻ്റെ ജീവിത വഴികളിൽ നിനക്ക് സാധ്യമാവാതെ വരുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തണം. ജീവിതത്തിൽ ഒരു വഴിമാറി ചവിട്ട് ആവശ്യമാണ്. ജ്ഞാനികൾ യേശുവിനെ കണ്ടതിന് ശേഷം വഴിമാറി നടന്നു എന്നതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തി മറ്റുള്ളവരെ
രക്ഷയിലേക്കും രക്ഷകനിലേക്കും നയിക്കാനുള്ള ഒരു ദൗത്യമുണ്ട്. അതാണ് നിൻ്റെ ജീവിത നിയോഗം. അതാണ് ഈ ക്രിസ്മസ് നിന്നെ വിളിക്കുന്നത്. നിനക്കും ഒരു നക്ഷത്രമാവാനുള്ള സാധ്യതയും നിയോഗവും വിളിയുമുണ്ട്. ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.